ഒരു നാൾ ഒരു എലി പൂച്ച തന്നെ ആക്രമിക്കുന്നു, ആരെങ്കിലും എന്നെ രക്ഷിക്കണം എന്ന് ഓടി കിതച്ച് തൻ്റെ അടുത്തൊരു സുഹൃത്താകുന്ന ഒരു ചെന്നായയോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ചെന്നായ പറഞ്ഞു, ഇയാൾ പോടെ, എനിക്കിപ്പോൾ സമയമില്ല, എനിക്ക് നല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, ഞാനിപ്പോൾ ഉറങ്ങുക, അതുകൊണ്ട് ഇയാളെ പോ എന്ന് നിസ്സാരവൽക്കരിച്ചു. എന്നിട്ട് ഈ ചെന്നായ കിടന്നങ്ങ് ഉറങ്ങി. എലി വീണ്ടും ഓടി കിതച്ച് പേടിച്ച് വെപ്രാളപ്പെട്ട് ഓടിയെത്തിയത് തൻ്റെ അടുത്ത മറ്റൊരു സുഹൃത്തായ കഴുതയെടുത്ത്. കഴുത പറഞ്ഞ്, ഇല്ല, എനിക്കിപ്പം പറ്റത്തില്ല, ഞാൻ മടി പിടിച്ചിരിക്കുക. സ്വമേധയാ കഴുത മടിയാണല്ലോ. അപ്പം എലിക്ക് ഇനി അടുത്ത ആശ്രയം ആര്? വീണ്ടും ഓടി 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 എത്തിയത് തൻ്റെ അടുത്ത മറ്റൊരു സുഹൃത്താകുന്ന ആന ആണെങ്കിൽ മടലൊക്കെ തിന്ന് രസിച്ച് കളിച്ച്, അപ്പോൾ അതിൻ്റെ പിടയാനയായിട്ട് തമാശയൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുക. അന്നേരം എലിയുടെ ഈ വിഷമത ആനയ്ക്ക് വല്ല ശ്രദ്ധയുണ്ടോ? ആനയും ഗവനിച്ചില്ല. അങ്ങനെ ഈ എലി വീണ്ടും ഓടി പിന്നെയും ഓടി എത്തിയത് നേരെ സിംഹത്തിൻ്റെ മുന്നിൽ. തൻ്റെ മറ്റൊരു സുഹൃത്താണ്. അപ്പോൾ സിംഹം ഉഗ്രനൊരു മാനിനെ കിട്ടിയ രസത്തിൽ കടിച്ച് പറിച്ച് വലിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് സിംഹം. തനിക്ക് കിട്ടിയ ഇര ഒരു മാനിനെ. അവർ രക്ഷയില്ല, എലിക്ക് അവിടെ ആശ്രയമില്ല. പിന്നീട് എലി ഓടി, പിന്നെയും ഓടി. അപ്പോൾ തൊട്ടുപുറകിൽ പൂച്ച തന്നെ തുരത്തുകയാണ്, വേട്ടയാടുകയാണ്. ഏത് നിമിഷവും താൻ ആക്രമിക്കപ്പെടും. എലിയുടെ അവസ്ഥ അതാണ്. അപ്പം എലിയുടെ ഹൃദയമിടിപ്പും നാഡിമിടിപ്പൊക്കെ വർദ്ധിച്ച് കിതച്ച്, എന്നിട്ട് എലി നേരെ ഒരു മാളത്തിൻ്റെ അകത്ത് ചെന്നങ്ങ് ഒളിച്ചു. എന്നിട്ട് അവിടെ അങ്ങ് സുരക്ഷിതമായിട്ട് ഇരുന്നു. അപ്പോൾ പൂച്ച വന്നപ്പോഴത്തേക്ക് പൂച്ചയ്ക്ക് എലി എവിടെ പോയി എന്ന് കാണാൻ പറ്റിയില്ല, കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ എലി ഏറെ നേരം താൻ തന്നെ സ്വയം കണ്ടെത്തിയ ആ മാളത്തിൽ ഒളിച്ചിരിക്കുകയും, പിന്നീട് പൂച്ച എലിയെ കണ്ടെത്താതെ വന്നപ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് പോയി. തുടർന്ന് ആ എലി ആ മാളത്തിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങി സ്വന്തം രക്ഷ കണ്ടെത്തി. ഇതാണ് ഇന്നേ ലോകത്തെ മനുഷ്യൻ്റെ അവസ്ഥ. വലിയ പാടാണ്, ഒരു രക്ഷയില്ല. വളരെ അത്യാവശ്യം ഒരു മനുഷ്യൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ പോലും, ഇനി എത്ര സാമ്പത്തികം ഉണ്ട്, ഇനി എന്തെല്ലാം അവർക്ക് സഹായിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പോലും മനസ്സ് വേണം, മനസാക്ഷി വേണം, മനുഷ്യത്വം വേണം. എങ്കിൽ മാത്രമേ സഹായ മനസ്കത, ഒരാളെ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നീട് സഹായിക്കാൻ നിങ്ങളോ സഹായം നേടാൻ ആ വ്യക്തിയോ ഭൂമിയിലുണ്ടാവുന്ന എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. സമയം ആരുടെയും നിയന്ത്രണത്തിലല്ല. സാഹചര്യം, സന്ദർഭം, ആ സമയത്ത് ഒരാൾക്ക് ലഭിക്കുന്ന സഹായം, അത് ആർക്കാണെങ്കിലും എന്താണെങ്കിലും, അല്പമായിട്ടുള്ളതാണെങ്കിൽ പോലും, വലിയൊരു കാര്യമാണെങ്കിൽ പോലും, ചെറിയ കാര്യമാണെങ്കിൽ പോലും സമയത്തിനാണ് വില. അപ്പോൾ എലിക്ക് സഹായം കിട്ടിയില്ല, കിട്ടത്തില്ല. അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സാമൂഹിക മനസ്ഥിതി. വ്യവസ്ഥിതി ഉണ്ട്, എന്നാലും സ്വാർത്ഥത, സ്വന്തം കാര്യം, ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സ് വല്ലാതെ അകപ്പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് എലിയുടെ അവസ്ഥയായിരിക്കും ഇന്ന് നാം ഓരോരുത്തർക്കും. ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട, എല്ലാവർക്കും അവരുടെ കാര്യം മാത്രം
എന്നാൽ കാര്യസാധ്യത നിങ്ങളിൽ നിന്ന് വേണമെങ്കിൽ അവർ കാര്യം സാധിക്കുകയും ചെയ്യും. സ്വാർത്ഥതയാണ്, സെൽഫിഷ്. അതാണ് ഇന്നേ ലോകം. എലിയുടെ അവസ്ഥയാണ്. എലി സ്വന്തം വഴി ആ മാളത്തിൽ ഒളിച്ചിരുന്ന് കണ്ടെത്തിയത് പോലെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യമുണ്ട്, നിങ്ങൾ തന്നെ വഴി കണ്ടെത്താന്നല്ലാതെ ഒരു മാർഗവും ഇന്ന് കാണുന്നില്ല. അതാണ് എൻ്റെയും അനുഭവം. നിങ്ങൾ എത്രയോ പേരുടെയും അനുഭവം ഇതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാലത്തിൻ്റെ ഇന്നത്തെ ശാപം. മനസ്സാക്ഷിയില്ല, മനുഷ്യത്വമില്ല, സ്വാർത്ഥത.